നമസ്കാരം. സാധാരണഗതിക്ക് ഒരു സെലിബ്രിറ്റി ലൈംഗികാരോപണ കേസിൽ അറസ്റ്റിലായാൽ പൊതുവെ പൊതുസമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ പിന്തുണ അറസ്റ്റിലാവുന്ന വ്യക്തിക്ക് കുറച്ചെങ്കിലും കിട്ടാറുണ്ട്. സ്ത്രീകൾക്കൊപ്പമാണ് സമൂഹമെങ്കിലും അറസ്റ്റിലാകുന്ന വ്യക്തി കള്ളക്കേസിൽ കുടുങ്ങിയതാണ് എന്നുള്ള ധാരണയുള്ളവർ ഏറെയായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഓർക്കുക. വലിയ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയത്. മിക്ക കേസുകളിലും അങ്ങനെയാണ്. എന്നാൽ സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് അറസ്റ്റിലായപ്പോൾ അവസ്ഥ എന്താണെന്ന് നോക്കൂ. ഒരാൾ പോലും പിന്തുണയ്ക്കാനില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. എവിടെ ഏത് സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാലും പിന്തുണയ്ക്കുന്ന ഒരാളുണ്ട്, രാഹുൽ ഈശ്വർ. അദ്ദേഹത്തിന് പിന്തുണയുണ്ട്. മറ്റാരുടെയും പിന്തുണ ഞാൻ കണ്ടില്ല. സംവിധായകൻ വിനയൻ എഴുതിയത് പൊയ്മുഖങ്ങൾക്ക് കഷ്ടകാലം എന്നാണ്. ആലപ്പി അഷ്റഫ് ഇങ്ങനെ എഴുതി: സിനിമ മാത്രമല്ല, വിനോദോപാധി. പീഡനവും വിനോദോപാധിയാക്കി മാറ്റിയ സംവിധായകൻ, മലയാള സിനിമയിലെ മാടമ്പി. ഇന്ന് അയാൾ അഴിയെണ്ണുന്നു. ഇത് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ശാപമോ അതോ നിസ്സഹായരായ സ്ത്രീകളുടെ കണ്ണുനീരിൻ്റെ ഫലമോ? വലിയ ഒരുപാട് സൂചനകളിലേക്ക് വിരൽ ചൂണ്ടിയാണ് ആലപ്പി അഷ്റഫിൻ്റെ കുറിപ്പ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ശാപം, അല്ലെങ്കിൽ നിസ്സഹായരായ അനേകം സ്ത്രീകളുടെ ശാപം, കണ്ണുനീരിൻ്റെ ഫലം. ഇങ്ങനെയൊരു പ്രതികരണമാണ് രഞ്ജിത്തിന് കിട്ടുന്നത്. പറഞ്ഞിരുന്നു, രഞ്ജിത്ത് സിനിമാ ലോകത്തെ ഒരു മാടമ്പിയായിരുന്നു. തന്നേക്കാൾ പ്രഗത്ഭനായ ഒരു സിനിമാക്കാരനുമില്ല എന്ന് വിശ്വസിച്ച് ചിലപ്പോൾ മോഹൻലാലായും മറ്റു ചിലപ്പോൾ മമ്മൂട്ടിയായും മറ്റു ചിലപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനായും ഒക്കെ അഴിഞ്ഞാടിയ മനുഷ്യൻ. അവരുടെ നന്മകളായിരുന്നില്ല, അവരുടെ സൽപ്പേരായിരുന്നു തനിക്കൊപ്പമുണ്ട് എന്നയാൾ കരുതിയത്. എന്നാൽ അടിസ്ഥാനപരമായി ഒരു ചീത്ത മനുഷ്യനായിരുന്നു. അധികാരത്തിലും പ്രതിഭയിലും മതിമറന്ന അഹങ്കാരവും ധാർഷ്ട്യവുമായിരുന്നു അലങ്കാരം. സ്ത്രീകളെ വെറും ചരക്കുകളായി കരുതി എവിടെയൊക്കെ കിട്ടിയാലും അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നത് മിടുക്കാണെന്ന് കരുതുന്ന രീതിയായിരുന്നു എന്ന് രഞ്ജിത്തുമായി ബന്ധമുള്ളവർ പറയുന്നു. എന്നാൽ ഒരിക്കലും പിടിക്കപ്പെടാതെ അധികാരത്തിൻ്റെ സംരക്ഷണയിൽ മുമ്പോട്ട് പോയി. അധികാരം പിണറായിക്ക് തൽക്കാലത്തേക്ക് നഷ്ടപ്പെട്ടപ്പോൾ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരം ഏറ്റെടുത്തപ്പോൾ കുടുങ്ങുകയാണ്, വീഴുകയാണ്. ഒരു സംശയവും വേണ്ട. കാളിരാജ് മഹേഷ് കുമാർ എന്ന തമിഴ്നാട്ടുകാരനായ പ്രഗത്ഭനായ IPS ഓഫീസർക്ക് നന്ദി പറയണം. അനിത ജിജി എന്നുള്ള ഒരു വനിതാ ഓഫീസറെ ചുമതലപ്പെടുത്തിയാണ് ഈ ഓപ്പറേഷൻ ഭംഗിയായി നിറവേറ്റിയത്. അതുകൊണ്ടാണ് ആരും അറിയാതിരിക്കാൻ അതിനാടകീയമായി വനിതാ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോലും അറിയാതെ രഞ്ജിത്തിൻ്റെ പിന്നാലെ ഷാഡോ പോലീസിനെ ചുമതലപ്പെടുത്തി പിന്നാലെ നടന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ വഴിയിൽ വെച്ച് പൊക്കിയത്. എറണാകുളത്ത് നിന്ന് തൊടുപുഴ വഴി ഇടുക്കിയിലെ ഒരു റിസോർട്ടിലെ രഹസ്യ താവളത്തിലേക്ക് പോവാനുള്ള നീക്കമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് റിസോർട്ട് ഉടമയുമായി യാത്ര ചെയ്തത്. തൊടുപുഴയിൽ നിന്നും മൂലമറ്റത്തിന് തിരിയുന്ന മുട്ടത്ത് വെച്ചായിരുന്നു കയ്യോടെ പോലീസ് പിടികൂടിയത്. ഇന്നലെ വരെ അധികാരത്തിന്റെ ശീതളമയിൽ മയങ്ങിയിരുന്ന രഞ്ജിത്ത് യഥാർത്ഥത്തിൽ നീതിയുടെ നിറവും മണവും എന്തെന്ന് ഇന്നലെ അറിഞ്ഞു. അവിടെ നിന്ന് പോലീസ് അർദ്ധരാത്രിയിൽ തന്നെ കൊണ്ടുപോയി. തനിക്ക് ഉറങ്ങണം, താൻ രോഗിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പോലീസ് വാഹനത്തിലിരുന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇരുത്തിയത് പോലീസ് ജീപ്പിന് പിറകിലായിരുന്നു. അത്യാഡംബര വാഹനത്തിൽ ഇങ്ങനെ ചെരിഞ്ഞു കിടന്നുറങ്ങി ശീലിച്ച രഞ്ജിത്തിന് പോലീസ് വണ്ടിയുടെ പിറകിലിരുന്ന് യാത്ര ചെയ്യുന്നത് പ്രയാസമായിരുന്നു. രാത്രി 2 മണിയോടെ എറണാകുളത്ത് എത്തിക്കുന്നു. നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി നേരെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ജനറൽ ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ ECG വേരിയേഷൻ ഉണ്ട്, രക്തസമ്മർദ്ദത്തിൽ മാറ്റമുണ്ട്. അവിടെ തന്നെ കിടത്തി അത് നേരെയാക്കാൻ ശ്രമിച്ചു. വെളുപ്പിന് 7 മണിയോടെ എല്ലാം ശരിയാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ബാക്കി നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാനായിരുന്നു നീക്കം. അഭിഭാഷകൻ കരുതിയതും അങ്ങനെ തന്നെയാണ്. പതിയെ കുളിച്ച് നനച്ച് അഭിഭാഷകൻ കോടതിയിലേക്ക് എത്താൻ പോയ തക്കത്തിന് മാധ്യമപ്രവർത്തകരെ കണ്ട് പോലീസ് സ്റ്റേഷൻ നിർത്താതെ നേരെ കൊണ്ടുപോയത് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക്. രാവിലെ 8 മണി ആയതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോവില്ല, 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നായിരുന്നു എല്ലാവരും കരുതിയത്. 8 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാൽ ബാക്കി നടപടിക്രമങ്ങൾക്ക് ശേഷം സാധാരണഗതിക്ക് ഉച്ച കഴിഞ്ഞ് ഹാജരാക്കാറുള്ളൂ. മാത്രമല്ല പോലീസിന് 24 മണിക്കൂറുണ്ട്. രാത്രി ഏതാണ്ട് 10 മണി വരെ അവർക്ക് സമയമുണ്ടായിരുന്നു. എന്നിട്ടും 8 മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ചെന്നു. അഭിഭാഷകൻ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു. കോടതി റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു. അതെ, ലൈംഗികാതിക്രമം, ലൈംഗികാധിക്ഷേപം, ലൈംഗിക ചുവയോടെയുള്ള സംഭാഷണം, തടഞ്ഞു വയ്ക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തി 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ എറണാകുളം സബ് ജയിലിലേക്ക് രഞ്ജിത്തിനെ മാറ്റി. രഞ്ജിത്ത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല തനിക്ക് എങ്ങനെ ഒരു ഗതി വരുമെന്ന്. പോകുന്ന വഴി മാധ്യമപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു താൻ നിരപരാധിയാണ്, അവസരം നിഷേധിച്ചതുകൊണ്ടുള്ള കള്ളപ്പരാതിയാണെന്ന്. പക്ഷേ ആർക്കും ഒരു സഹതാപവും തോന്നിയില്ല. ആദ്യത്തെ പരാതിയല്ല എന്നത് മാത്രമല്ല,
സിനിമാ മേഖലയിൽ സകലരെയും വെറുപ്പിക്കുകയും അഹങ്കാരവും ധാർഷ്ട്യവും പണക്കൊഴുപ്പും അധികാരവും ഒപ്പം CPM സംരക്ഷണമുണ്ട് എന്നുള്ള അഹന്തയും ചേർന്നപ്പോൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല രഞ്ജിത്തിന് ഈ ഗതികെട്ട അവസ്ഥ ഉണ്ടാകുമെന്ന്. ജയിലിലാകപ്പെട്ട രഞ്ജിത്ത് ആദ്യം അല്പം മൊടയിലായിരുന്നു. സുപ്രസിദ്ധനായ സിനിമാക്കാരനായതുകൊണ്ട് തന്നെ ജയിൽ ജീവനക്കാർക്ക് ആദരവേ ഉണ്ടായിരുന്നില്ല. അവർ ഉപദ്രവിക്കാനോ ബഹളം വയ്ക്കാനോ ഒന്നും പോയില്ല. സഹതടവുകാർക്കും രഞ്ജിത്തിനോട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജയിലിലെ അവസ്ഥ രഞ്ജിത്തിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തൻ്റെ മുമ്പിൽ സ്വാതന്ത്ര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. 3 ചുറ്റിനുമുള്ള ചുവരുകൾ, മുമ്പിലെ അഴി, അതിനപ്പുറത്തേക്ക് തനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രഞ്ജിത്തിന് സഹിക്കാനേ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായി അഹങ്കാരവും ധാർഷ്ട്യവും കൈവിട്ട് രഞ്ജിത്ത് പൊട്ടിക്കരഞ്ഞു എന്നാണ് ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. കുളിക്കാനോ നനയ്ക്കാനോ കഴിക്കാനോ മടിച്ച് രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നത്രേ. രഞ്ജിത്തിന്റെ ഇത്രയും കാലം നീണ്ട ജീവിതത്തിലെ ഏറ്റവും നരകതുല്യമായ ദിവസമായിരുന്നു ഇന്നലെ. ജയിലിലെ വെറുനിലത്ത് ജയിൽ അധികാരികൾ കൊടുത്ത ഒരു വിരിച്ച് കിടക്കേണ്ടി വന്നു. കട്ടിൽ കൊടുക്കണമെങ്കിൽ, തലയണ കൊടുക്കണമെങ്കിൽ പ്രത്യേകം അനുമതി വേണം. മറ്റു തടവുകാർക്കൊപ്പമുള്ള ആ വാസത്തിൽ ഒരു ആനുകൂല്യവും ചെയ്തു കൊടുത്തില്ല. ഒരൊറ്റ ഫാനിൽ അനേകം തടവുകാർക്കൊപ്പം കൊതുക് കടി കൊണ്ട് രഞ്ജിത്തിന്റെ ജീവിതം. 5 നക്ഷത്ര ഹോട്ടലുകളിലെ അത്യാഡംബര ടോയ്ലറ്റുകളിൽ പരിചാരകരുടെ സഹായത്തോടെ പോയിരുന്ന രഞ്ജിത്ത് ഇന്നലെ ഒറ്റയ്ക്ക് അനേകം പേർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പങ്കുവെക്കേണ്ടി വന്നു. കിടന്നുറങ്ങിയതും അങ്ങനെ തന്നെ. ബഹളത്തിനും വെട്ടത്തിനും കൊതുകിനുമിടയിൽ ഒരു ദിവസം കൊണ്ട് തന്നെ രഞ്ജിത്തിന്റെ അഹന്ത ഇല്ലാതായി എന്നാണ് ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇങ്ങനെ ഒരു ജീവിതം ഒരിക്കലും തനിക്കുണ്ടാവുമെന്ന് രഞ്ജിത്ത് കരുതിയിരുന്നുണ്ടാവില്ല. അത്തരത്തിൽ ഒരു മാറ്റമാണ് രഞ്ജിത്തിനുണ്ടായത്. രഞ്ജിത്തിന്റെ അനുഭവം എല്ലാവർക്കും പാഠമാവണം. അധികാരത്തിന്റെ പിന്തുണയിൽ അഹങ്കരിച്ച് എന്തു തോന്നിയാസവും കാണിച്ച് ജീവിക്കാൻ കഴിയുന്നവരെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഇത്തരം തിരിച്ചടികളാവും. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോവേണ്ടി വരും എന്ന് ചിന്തിക്കാത്ത രഞ്ജിത്തിനെ പോലുള്ളവരുടെ ശിഷ്ടകാലമെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം.